കുരുമുളകിനെ പറ്റിയും കുരുമുളക് എങ്ങനെയാണ് പ്രൊഡക്ഷനും കൾട്ടിവേഷനും എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ കർഷകർക്ക് വേണ്ടി എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പെപ്പേഴ്സ് റെഡിയാക്കുന്നത്? ഇത് നമ്മുടെ നേരത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2015 ഒരു പോളി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ വർഷം മുഴുവൻ നമുക്ക് പ്രൊഡക്ഷൻ നടക്കും. അപ്പം ഒരു 20 മീറ്റർ നീളം 10 മീറ്റർ വീതിയുള്ള ഒരു പോളി ഹൗസാണിത്. ഇത് ഒരു 4 ലക്ഷം രൂപ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിന് 2015. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പലതരം ഈ സാറിൻ്റെ ഇനങ്ങൾ ശ്രീകര, ശുഭകര, പഞ്ചമി, തേവം, മലബാർ എക്സൽ, ശക്തി, പിന്നെ പന്നിയൂർ വെറൈറ്റീസുകളെല്ലാം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് ആവശ്യമനുസരിച്ച് കുറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പോളി ഹൗസിൻ്റെ ഉൾവശം പ്രൊഡക്ഷനൊക്കെയുള്ള ഏരിയ. വെറൈറ്റീസ് ആണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളത് ഇവിടെ? ഇവിടെ നമ്മൾ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന വെറൈറ്റികൾ മാത്രമേ പ്രൊഡക്ഷനുള്ളൂ. അതാണ് കൊമേഴ്ഷ്യൽ കൃഷിക്കായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കേരള കാർഷിക സർവകലാശാല പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പന്നിയൂർ 1 മുതൽ 10 വരെയുള്ള ഇനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, അവിടുന്ന് റിലീസ് ചെയ്തിരിക്കുന്ന തേവം, ശ്രീകര, മലബാർ എക്സൽ, ശക്തി തുടങ്ങിയ ഇനങ്ങൾ നമ്മുടെ ഈ പോളി ഹൗസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സർപ്പൻറ്റൈൻ രീതിയാണ്. അപ്പോൾ സർപ്പൻറ്റൈൻ രീതിയാണ് ഞങ്ങൾ ജനറലായിട്ട് ഇതിന് ചെയ്യുന്നത്. പല വെറൈറ്റികൾ ലേബൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓരോ വെറൈറ്റിയുടെ ലേബലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ബ്ലോക്കുകളായിട്ട് തിരിച്ച് സർപ്പൻറ്റൈൻ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കോളം എന്ന് പറയുന്ന രീതിയാണ്. ഇതിപ്പോൾ കോളം രീതിയിലാകുമ്പോൾ ഇതിപ്പോൾ നമ്മൾ കോളം രീതിയിൽ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ കമ്പി വലകൾ വെർട്ടിക്കലായിട്ട് വെച്ചൊരു വെർട്ടിക്കൽ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ വേര് പിടിപ്പിച്ച ആ വെറൈറ്റിയുടെ ഇത് വെച്ചിട്ട് വളർത്തി കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും ട്രൈക്കോഡർമ ചേർന്ന മിക്സറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇതിന് ചുറ്റും നമ്മൾ വെക്കുന്നത് റണ്ണേഴ്സാണ്. അത് വേര് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ഗ്രോത്ത് ആണ്. അപ്പോൾ അത് വളർന്നു വരുന്ന മുറയ്ക്ക് ഹൈറ്റ് എത്തി കഴിയുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ അടിയിൽ നിന്ന് ഒരു 3 മുട്ട് വെച്ചിട്ട് മുറിച്ച് കളയും. എന്നിട്ട് ഓരോ മുട്ടും ഇതേപോലെ സപ്പൻഡ് ചെയ്യുന്നതിന് പകരം വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് ചെയ്യുന്നതിന് പകരം ഇത് വെർട്ടിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം. അങ്ങനെ ഇത് അത് നമ്മൾ വീണ്ടും ഓരോ പീസാക്കി ഓരോ കഷ്ണങ്ങൾ ബാഗിൽ നട്ടു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കോളം മെത്തേഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഗ്രാഫ്റ്റഡ് പെപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊളുംബ്രീനം എന്ന് പറയുന്ന ഒരു റൂട്ട് സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. കൊളുംബ്രീനം റൂട്ട് സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിലുള്ളതാണ് കൊളുംബ്രീനം. ഇതുണ്ട്, ഇതിൻ്റെ അടിയിലുള്ള ഈ ഭാഗമാണ് കൊളുംബ്രീനം എന്ന് പറയുന്നത് റൂട്ട് സ്റ്റോക്ക്. അതിലിങ്ങനെ മുളകളായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ദുരിതവാട്ട രോഗത്തെ ഫൈറ്റോപ്തോറ ഫോട്ടോട്ട് എന്ന് പറയുന്ന ദുരിതവാട്ട ഉണ്ടാക്കുന്ന ഫംഗസിനെ ചെറുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഒട്ടിക്കുന്നത് നമ്മുടെ റിലീസ്ഡ് വെറൈറ്റീസ് ആണ്. അതിൻ്റെ ചെന്തലകൾ ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ സൈൻ മുളച്ചു വരാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇവിടെ ഓക്കെ ആയിരുന്നുണ്ടോ. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് നമ്മൾ നടുമ്പം നമുക്ക് ഡിസീസിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന് അല്പം മണ്ണിൽ നനവുള്ള ഒരു ഏരിയയിൽ നമുക്ക് സാധാരണഗതിയിൽ പെപ്പർ കൃഷി ചെയ്യാൻ പറ്റില്ല. വാട്ടർ സ്റ്റാക്ക് ഇങ്ങനെ സാമ്പായിട്ടുള്ള ഏരിയയിൽ പറ്റില്ല. അപ്പോൾ സ്വാമ്പി ഏരിയയിൽ പോലും പെപ്പർ കൃഷി ചെയ്യണമെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ല വളർച്ചയാണ്. വിതിൻ 1 ഇയർ നമുക്കിതിൻ്റെ വിളവെടുക്കാൻ പറ്റും. 3 ടൈംസ് ഗ്രോത്താണ് മറ്റുള്ള നോർമൽ പെപ്പർ വെക്കുന്നതിനേക്കാളും. അപ്പോൾ 1 ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് 70 രൂപയാണ് ഒരെണ്ണത്തിന്. ഇപ്പോൾ നമ്മൾ നാഗപ്പതിയാണല്ലോ ചെയ്യാറ്. അപ്പോൾ KVK ഇപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ചെയ്തിട്ടുണ്ടോ? ചെറിയൊരു മാറ്റം ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ നാഗപ്പതി എന്ന് പറയുമ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വള്ളി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ മുട്ടും നമുക്ക് ഓരോ ചെടിയാക്കി മാറ്റുന്ന ഒരു രീതിയാണ് നാഗപ്പതി സമ്പ്രദായം. വള്ളി വെച്ച് നല്ല നിരപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വള്ളി വളരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അടിയിൽ മിശ്രിതം നിറച്ച ബാഗ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ആ മിക്സർ ഓരോ മുട്ടിനും കണക്കാക്കിയിട്ട് മുട്ടിൽ നിന്ന് വേരുകൾ കണ്ടോ, ചെറിയ പല്ല് പൊട്ടുന്ന പോലെ വേരുകൾ വരുന്നു. അങ്ങനെ വേരുകൾ വരുമ്പോൾ ഈ മിശ്രിതത്തെ മുട്ടിയിരിക്കുന്ന പോലെ വെച്ചിട്ട് ഈ ഇർക്കിലി പച്ച ഇർക്കിലി എടുത്തിട്ട് ഒടിച്ച് ഒരു ബി ഷേപ്പിൽ ഒടിച്ചിട്ട് അതിനോട് ചേർത്ത് വെക്കുക. ഇങ്ങനെ സിംഗിൾ ഒരു ബാഗിൽ ഒരു തണ്ട് വെച്ചിട്ടാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ
ഓരോ മുട്ടുകളായി വരും. വേരുകൾ പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് മുട്ടിയിരിക്കാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കണം, ചെറുത് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേര് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്നിട്ട് വരുന്നതനുസരിച്ച് ഓരോ മുട്ടിലും വെച്ച് കൊടുക്കണം. ഓക്കെ, അതാണ് സാധാരണ രീതി. പക്ഷെ എന്നാലും ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു താങ്ങ് മരത്തിന് 2 വള്ളി വീതം നടണം. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ഒരു ബാഗിൽ ഒരു ചെടിയെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ 2 ബാഗ് വേറെ 2 ബാഗ് വീതം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നടേണ്ടതായിട്ട് വരും. അതിന് പകരം 2ഉം കൂടെ ഒരു ബാഗിലാക്കാവുന്ന രീതിയിൽ ഒരു ഡബിൾ വള്ളികൾ ഒരേ ബാഗിലേക്ക് ആക്കാവുന്ന ഒരു സമ്പ്രദായമാണ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അവിടുന്ന് 2ആയിട്ടാണ് വരുന്നതെങ്കിലും ഉണ്ടോ, 2 സൈഡിൽ അവസാനം നമ്മൾ ഒരു ബാഗിൽ കൂടി അത് പടർത്താൻ വേണ്ടി കുറച്ചും കൂടെ വലിപ്പം കൂടിയ ബാഗ് ഇതിനായിട്ട് നമ്മൾ എടുക്കും. സാധാരണ എടുക്കുന്ന ബാഗിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പം. സാധാരണ നമ്മൾ എടുക്കുന്ന പാക്കറ്റിൻ്റെ ഏകദേശം ഡബിൾ സൈസ് ഉണ്ടെങ്കിൽ 2 ചെടി ഒരേ സമയത്ത് നമുക്ക് ഒരിടത്ത് നടാൻ പറ്റും. അപ്പോൾ ആ രീതിയിലായിട്ട് നമ്മൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. ഇതിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിൽ ഓരോ ചെടിക്കും സെപ്പറേറ്റ് ആയിട്ട് മുട്ട് ഇറക്കി കൊടുത്തിരിക്കുന്നുണ്ടോ, ഇറക്കിൽ വെച്ചിട്ട്. അപ്പോൾ ഡബിൾ ഇതായിട്ട് വരും. അപ്പോൾ ഇനി ഇവിടെ ഇത് 2ഉം കൂടെ ഒരേ ഇതിലേക്ക് ഒരുമിച്ച് ചേർത്ത് വെക്കാം. ഇച്ചിരൂടെ മുട്ട് ഇങ്ങോട്ട് വരണം, നീളണം, എന്നാലേ ഇവിടെ നടുക്കേക്ക് ഇങ്ങോട്ട് വരുള്ളൂ. ആ സമയമാകുമ്പോൾ ഇച്ചിരൂടെ വളരുമ്പോൾ അതിന് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. വേറെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. 15 മുട്ട് ചെടികൾ മുന്നോട്ട് വളർന്നു കഴിഞ്ഞാൽ, ഈ വള്ളി വളർന്നു കഴിഞ്ഞാൽ ഇളം തലകൾ മുറിക്കരുത്. ഒരു 5 മുട്ട് ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ ഓരോ നോഡിന് കണക്കാക്കിയിട്ട് മുറിക്കണം. ഇങ്ങനെ ഇവിടെ മുറിക്കണം, അതുപോലെ തന്നെ ഇവിടെ മുറിക്കുക, അതുപോലെ ഇവിടെ മുറിക്കുക. അങ്ങനെ ഓരോ മുട്ടിലും മുറിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഒരു മുട്ടിൽ 2 എണ്ണം. ബേസ് ആയിട്ടുള്ള സാധനം നമ്മൾ അടിയിലേക്ക് അമർത്തും. അപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെയാവും. ഉണ്ടോ, ഈ വള്ളി ഇങ്ങനെയാണ് ഇരുന്നത്, അതിൻ്റെ അടി അമർത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഇത് വെർട്ടിക്കൽ പൊസിഷൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഇതാണ്. ഒരു ഇതിൽ തന്നെ 2 വള്ളി ഒരേ സമയത്ത് റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് കർഷകർക്ക് ഇത് ഒരെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു താങ്ങുമരത്തിനുള്ളത് ആയി. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഈ നാഗപ്പതി ആയതുകൊണ്ട്. കാരണം അടിയിലേക്ക് നന്നായിട്ട് റൂട്ട്സ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വള്ളി നീണ്ടുവരും. ഇതൊരു 1/2 മീറ്ററോളം ലെങ്ത് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ നടാൻ കണക്കാവുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് എളുപ്പമാണ്, കുറച്ചുകൂടി സ്റ്റേബിളായിട്ടിരിക്കും ലോറിയിലൊക്കെ പാക്കിങ് ടൈമിലൊക്കെ.